പരിശ്രമങ്ങൾ നമുക്ക് ഇനിയും നടത്തേണ്ടതുണ്ട്. അപ്പൊ കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ വളരെ ജാഗ്രതയോടുകൂടി വീക്ഷിക്കുവാനും അതിന്റെ പ്രവർത്തനങ്ങളിൽ ഇടപെടുവാനും നമ്മുടെ സംഘടന വരും വർഷങ്ങളിൽ ശ്രമിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും വയോജനങ്ങളുടെ ജനസംഖ്യാ വർധനവിന്റെ പ്രാധാന്യം മനസ്സിലാക്കി പലതരം പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട്. ഏറ്റവും ഒടുവിലെ 70 വയസ്സ് കഴിഞ്ഞ വയോജനങ്ങൾക്ക് ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്ന ഇൻഷുറൻസ് പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത്. അപ്പോൾ വയോജനങ്ങൾ എന്ന് പറയുമ്പോൾ 60 വയസ്സ് കഴിഞ്ഞവരാണ്. പിന്നെന്താണ് 70 വയസ്സിന്റെ പ്രാധാന്യം എന്ന് നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ നമ്മുടെ സംഘടന ആവശ്യപ്പെടുന്നത് 60 വയസ്സ് കഴിഞ്ഞ എല്ലാ വയോജനങ്ങൾക്കും ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതി വ്യാപകമാക്കണം എന്ന് മാത്രമല്ല, ഇത് സംസ്ഥാന സർക്കാരുകളും അതുപോലെ കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നത്. സംസ്ഥാന 4 മാസമായിട്ടും സംസ്ഥാനത്ത് നടപ്പിലാക്കാനുള്ള നടപടികൾ ഇനിയും തുടങ്ങിയിട്ടില്ല. നമ്മൾ സംസ്ഥാന മുഖ്യമന്ത്രിക്കും അസുഖങ്ങൾക്ക് ഏതൊക്കെ ആശുപത്രിയിൽ എത്ര രൂപ ഓരോ പ്രൊസീജിയറിനും ചെലവാകും തുടങ്ങിയ കാര്യങ്ങളെല്ലാം സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിൽ തീരുമാനിക്കേണ്ടതുണ്ട്. സംസ്ഥാന പ്രിയപ്പെട്ട സമര സഖാക്കളെ, ജ്യേഷ്ഠ സഹോദരന്മാരെ, സീനിയർ സിറ്റിസൺസ് കൗൺസിൽ വയോജനങ്ങളുടെ അവകാശ സമ്പാദനത്തിന് വേണ്ടി നിരന്തരം പോരാടുന്നൊരു സംഘടനയാണ്. 20 വർഷക്കാലമായി വയോജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഭരണാധികാരികളുടെ മുന്നിൽ ശരിയായി ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സംഘടന ഒരുപക്ഷെ സീനിയർ സിറ്റിസൺസ് കൗൺസിലാണ്. ഇപ്പോൾ വളരെ അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങളാണ് ഇന്നത്തെ സമരത്തിന് ആസ്പദമായി ഉന്നയിക്കുന്നത്. വയോജനങ്ങൾ പ്രായം കൊണ്ട് മാത്രമല്ല, അനുഭവ സമ്പത്ത് കൊണ്ടും പല കാര്യങ്ങളിലും പരിചയ സമ്പത്ത് കൊണ്ടും സമൂഹത്തിൽ മുന്നിൽ നിൽക്കുന്നവരാണ്. വയോജനങ്ങളുടെ അനുഭവവും പരിചയവും പ്രയോജനപ്പെടുത്താൻ യഥാർത്ഥത്തിൽ ഗവൺമെന്റുകൾ തയ്യാറാകുന്നു. വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലകളിൽ വയോജനങ്ങളുടെ സേവനം പ്രയോജനപ്പെടുത്തിയ വലിയ മാറ്റങ്ങൾ പല സ്ഥലത്തും ഉണ്ടാക്കാൻ കഴിയും. ഉദാഹരണത്തിന് നമ്മുടെ ജനകീയ ആസൂത്രണത്തിന്റെ തുടക്കകാലത്ത് അന്ന് ഈ ജനകീയ ആസൂത്രണം വിജയിച്ചു എന്ന് ഉദ്ദേശസ്ഥരം വിളിച്ചു പറയുമ്പോൾ യഥാർത്ഥത്തിൽ അതിന്റെ ചാലകശക്തിയായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രവർത്തിച്ചത് ഈ സീനിയർ സിറ്റിസൺ വയോജനങ്ങളായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ്. അതൊരു അനുഭവമാണ്, അനുഭവ പാഠമാണ്. പക്ഷെ അത് പിന്നീട് തുടർച്ചയായി പല കാര്യങ്ങളിലും വയോജനങ്ങളുടെ സേവനം, സീനിയർ സിറ്റിസന്റെ സേവനം പ്രയോജനപ്പെടുത്താൻ ആ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലെങ്കിലും ഗവൺമെന്റ് തയ്യാറാകണം.